വിദേശത്ത് നല്ല കാശ് സമ്പാദിക്കുന്ന ദമ്പതിമാരുടെ മകളായിരുന്നു സിന്ധു എന്ന നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ. ടെലഫോൺ ഓപ്പറേറ്ററായിരുന്നു കൃഷ്ണകുമാർ. ഒപ്പം ദൂരദർശനിലെ വാർത്താ വായനക്കാരനും. ദൂരദർശൻ എന്ന അത്ഭുതപ്പെട്ടിയിലിരുന്ന് സംസാരിക്കുന്ന സുമുഖനായ കൃഷ്ണകുമാർ രക്ഷകർത്താക്കളെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ ചെല്ലുന്ന സിന്ധുവിന്റെ ഹൃദയത്തിൽ ഇടം നേടി. പെട്ടെന്ന് ഇരുവരും അടുത്തു, വിവാഹം കഴിച്ചു. ജാതിമാറ്റം പോലും ഇരുവരും കാര്യമായി എടുത്തില്ല. സിന്ധുവിന്റെ ഭാഗ്യമായിരിക്കണം കൃഷ്ണകുമാർ. വെച്ചടി വളർന്ന് തിരക്കോട് തിരക്കായി. തിരക്ക് കുറഞ്ഞപ്പോൾ BJP-യിൽ ചേർന്നു. നിയമസഭാ സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ NFDC-യുടെ തലവൻ വരെയായി. സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നു. ഈ തിരക്കുകൾക്കിടയിൽ 4 നല്ല പെൺപിള്ളേരെയും ഇവർ സൃഷ്ടിച്ചു. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവരും സ്വന്തം വഴിയിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നു. എല്ലാം കൊണ്ടും നല്ല വാർത്തകൾ. അതിനിടയിലാണ് അരിയിൽ കല്ലുകടി എന്ന് പറഞ്ഞതുപോലെ സിന്ധുവിന്റെ അമ്മയുടെ രോദനം പബ്ലിക് ടോക്ക് ആകുന്നത്. അതും സിന്ധുവിന്റെ 4 മക്കളിൽ ഒരാളെ വില്ലത്തി സ്ഥാനത്ത് നിർത്തി. അച്ഛൻ മരിച്ച് അമ്മ ഒറ്റയ്ക്കാകുകയും വയസ്സാകുകയും രോഗപീഠകൾ അലട്ടുകയും ചെയ്യുമ്പോൾ അവർ ചെറുപ്പക്കാരിയെ പോലെ പെരുമാറണമെന്ന് നമ്മൾ മക്കൾ വാശി പിടിക്കുന്നത് ശരിയല്ല. മക്കൾ തെറിപ്പിക്കുന്ന ചെളി സിന്ധുവിന്റെ ദേഹത്തെ വീഴൂ എന്ന് സിന്ധുവെങ്കിലും വിചാരിക്കണമായിരുന്നു. ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോൾ നമ്മൾ മാതൃക കാണിക്കണം കൃഷ്ണകുമാറെ. എന്നാലേ പൊതുജനം നമ്മൾക്ക് വില തരൂ. കൃഷ്ണകുമാർ ഈ പ്രശ്നത്തിൽ ഇടപെടണം. കെട്ടുതാലി അറ്റവളെ കരയിപ്പിക്കരുത്. കൃഷ്ണകുമാറിനും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതല്ലേ. സിന്ധുവിന്റെ അമ്മ സാമ്പത്തികമായി ഉന്നതിയിൽ നിന്നപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലായിരിക്കും. ഞാൻ അറിഞ്ഞത് ഒരു വലിയ തുക വീട് വെക്കാനോ വീട് വാങ്ങിക്കാനോ തന്നു എന്നാണ്. നാളെ ഈ 4 മക്കളും നിങ്ങളോട് ഇതുപോലെ ആയിരിക്കുമല്ലോ. കാലം ചിലപ്പോൾ തിരിച്ച് കണക്ക് ചോദിക്കും എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു.